ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ നമുക്ക് സിംപിളി PCR എന്ന് പറയാം. ഈ ടോപ്പിക്ക് വരുന്നത് +2 ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ ബോർഡ് വൈസും അതുപോലെ തന്നെ നമ്മൾ എൻട്രൻസ് വൈസും രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ കണ്ടൻറ്റ് പറയുന്നതിൻ്റെ ഇടയിൽ സ്പെഷ്യലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വാച്ച് ചെയ്തതിന് ശേഷം കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നോക്കാം. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പറഞ്ഞുതരാം. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, സപ്പോസ് ഒരു സ്ഥലത്തൊരു ക്രൈം നടന്നു. ഈ ക്രൈം നടന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് DNA കിട്ടി. ഈ DNA ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അക്രമി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ സപ്പോസ് നമുക്ക് കിട്ടിയിട്ടുള്ള DNA വളരെ കുറച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ DNA ഉപയോഗിച്ചിട്ട് പല തരത്തിലുള്ള ടെസ്റ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ഈ കുറച്ച് DNA ഒരുപാട് DNA ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഈ പോളിമറൈസ് എന്ന് പറയുന്ന പോലെ ആ വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ DNA മോളിക്യൂൾസിന് അല്ലെങ്കിൽ വളരെ കുറച്ചുള്ള DNA മോളിക്യൂൾസിനെ വളരെയധികം മൾട്ടിപ്പിൾ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ കുറച്ച് DNA മോളിക്യൂൾസിനെ വലിയ ഒരു അളവ് DNA മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പ്രോസസ്സ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കാരി ബി മുള്ളിസ്. കാരി ബി മുള്ളിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ പ്രോസസ്സ് കണ്ടുപിടിച്ചത്. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷന് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ സ്റ്റേജിനെ നമുക്ക് ഡീനാച്ചുറേഷൻ എന്ന് വിളിക്കാം. എന്താണ് ഡീനാച്ചുറേഷൻ? രണ്ടാമത്തെ സ്റ്റേജിന് നമുക്ക് അനീലിംഗ് എന്ന് വിളിക്കാം. എന്താ വിളിച്ചേ? അനീലിംഗ്. മൂന്നാമത്തെ സ്റ്റേജിന് എന്ത് വിളിക്കാം? നമുക്ക് എക്സ്റ്റൻഷൻ എന്ന് വിളിക്കാം. സോ പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്നെന്താണ്? ഡീനാച്ചുറേഷൻ ആണ്. രണ്ടെന്താണ്? അനീലിംഗ് ആണ്. മൂന്നെന്താണ്? എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ സ്റ്റേജ് നമ്മുടെ എൻട്രൻസിനും അഥവാ നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 സ്റ്റേജ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആദ്യം ഏതാണ്, പിന്നെ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ഓർഡർ വൈസ് അറേഞ്ച് ചെയ്യുക. ആദ്യം ഡീനാച്ചുറേഷൻ, പിന്നെ അനീലിംഗ്, പിന്നെ എക്സ്റ്റൻഷൻ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ആദ്യം ഡീനാച്ചുറേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഡീനാച്ചുറേഷൻ എടുത്തു. ഡീനാച്ചുറേഷനിൽ ഞാൻ ആദ്യമായിട്ട് ഒരു DNA എടുക്കുകയാണ്. നമുക്കറിയാം DNAയിൽ എത്ര സ്ട്രാൻഡ് ഉണ്ടാവും? 2 സ്ട്രാൻഡ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഞാനതിൻ്റെ പൊളാരിറ്റി കാണിക്കാം. സപ്പോസ് ഇതെന്ന് പറയുന്നത് 3' എൻഡാണ്, ഈ എൻഡ് എന്ന് പറയുന്നത് 5' എൻഡാണ്. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഈ 2 സ്ട്രാൻഡും ആൻറ്റി പാരലലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 5' ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? 3' ആയിരിക്കും. ഇവർ ആൻറ്റി പാരലൽ ആയിരിക്കും. ഇതാണ് ഒരു DNA സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു DNA മോളിക്യൂൾസിൽ നമുക്ക് 2 സ്ട്രാൻഡ്സ് കാണാൻ കഴിയും. ഡീനാച്ചുറേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ വേറെ കളറിൽ കാണിക്കാം. ഡീനാച്ചുറേഷൻ്റെ സമയത്ത് ഈ 2 സ്ട്രാൻഡും തമ്മിൽ വളരെയധികം അകലും, അഥവാ അവർ അൺവൈൻഡ് ആകും, അല്ലെങ്കിൽ അവർ വേർതിരിയും എന്ന് പറയാം നമുക്ക്. സോ ഞാനതിൻ്റെ പൊളാരിറ്റി കാണിക്കാം. ഇതെന്താണ്? 3' to 5' ആണ്. അതുപോലെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് എന്താണ്? 5' to 3' ആണ്. ഓക്കെ, ഇവർ ഡീനാച്ചുവേർഡ് ആവാനുള്ള അല്ലെങ്കിൽ ഇവർ തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നതുകൊണ്ടാണ്. ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ഏകദേശം 92 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നിങ്ങളുടെ NCERT പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിന് പുറമെ ചില സമയത്ത് നമുക്ക് മറ്റു തരത്തിലുള്ള ഡൈല്യൂട്ട് HCl അല്ലെങ്കിൽ ഡൈല്യൂട്ട് ബേസ് ഇവരെ യൂസ് ചെയ്താലും നമുക്ക് ഡീനാച്ചുറേഷൻ കാണാൻ കഴിയും, അഥവാ DNA സ്ട്രാൻഡ്സ് തമ്മിൽ അകലുന്നത് കാണാൻ കഴിയും.
നിങ്ങളുടെ NCERT-യിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നീറ്റിൽ പൊതുവേ വരാറ് ഹൈ ടെമ്പറേച്ചറാണ്. എന്നാൽ ചില സമയത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. വരാൻ പോകുന്ന എക്സാമ്പിൾ നമുക്ക് ഡൈല്യൂട്ട് HCl-ഉം ഡൈല്യൂട്ട് ബേസും അവർ പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അത് തെറ്റാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ട് സ്ട്രാൻഡ്സ് തമ്മിലുള്ള അകലം കൂടി. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡീനാച്ചുറേഷൻ. ഓക്കെ, ടെമ്പറേച്ചർ എത്രയാണ്? 92 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ആക്ച്വലി ബ്രേക്ക് ചെയ്ത ബോണ്ട്, ഇവർ തമ്മിൽ അകലുക എന്ന് പറയുന്നത് ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്. ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ടാണ് ബ്രോക്കൺ. എന്നാൽ നമുക്കറിയാം DNA-യിൽ കാണുന്ന മറ്റൊരു ബോണ്ടാണ് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? നോട്ട് ബ്രേക്കിംഗ്. സോ ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന ഏക ബോണ്ട് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എടുക്കാം. രണ്ടാമത്തെ സ്റ്റേജാണ് അനീലിംഗ്. ഓക്കെ, ഈ അനീലിംഗിൽ ഞാൻ ആദ്യം നമ്മുടെ മുൻപത്തെ സ്റ്റേജിൽ നമുക്ക് കിട്ടിയ DNA സ്ട്രാൻഡ്സിനെ എടുക്കുകയാണ്. ഇവിടുത്തെ പൊളാരിറ്റി എന്തായിരിക്കും? ഒന്ന് 3' to 5' ആയിരിക്കും. ഓപ്പോസിറ്റ് എന്തായിരിക്കും? 5' to 3' ആയിരിക്കും. ശരിയല്ലേ? ഇത് ഡീനാച്ചുറഡ് ആയിട്ടുള്ള DNA സ്ട്രാൻഡാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ അനീലിംഗ് സ്റ്റേജ് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. അതായത് ഇവിടെ നമുക്കൊരു പ്രൈമറിനെ കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു പ്രൈമറിനെ നമുക്ക് കാണാൻ കഴിയും. എന്താ പ്രൈമർ എന്ന് പറഞ്ഞാൽ? ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. പ്രൈമർ എന്ന് പറയുന്നത് സ്മോൾ സെഗ്മെന്റ് ഓഫ് RNA-യുടെ ഒരു സ്മോൾ സെഗ്മെന്റിനെയാണ് എന്ത് വിളിക്കുക? നമുക്ക് പ്രൈമർ എന്ന് വിളിക്കാം. നിങ്ങൾ ഓർത്തിരിക്കാൻ DNA അല്ല, RNA ആണ്. സ്പെഷ്യൽ മെൻഷൻ വേണേ, RNA ആണ്. ഓക്കെ, സോ RNA-യുടെ ഒരു സ്മോൾ സെഗ്മെന്റിനെയാണ് നമ്മൾ പ്രൈമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ ആ പ്രൈമർ ഇവിടെ എടുത്തിരിക്കുകയാണ്. അടുത്തതായി ഇവരുടെ ഡയറക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 3' അല്ലേ? സോ ഇത് ആൻറ്റി പാരലൽ ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? 5' ആയിരിക്കും. ഒന്ന് 5' ആണെങ്കിൽ അടുത്ത എൻ്റെ എന്തായിരിക്കും? 3' ആയിരിക്കും. ഓക്കെ, അതുപോലെ ഞാൻ ഇവിടെ അടുത്ത പ്രൈമർ എടുത്തു. നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, എപ്പോഴും പ്രൈമർ വരിക 3', അതായത് പാരന്റ് സ്റ്റാൻഡിൻ്റെ 3' എൻഡിലായിരിക്കും ആര് വരിക? പ്രൈമർ വരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് ഞാൻ എന്താ എഴുതേണ്ടത്? പ്രൈമർ is found at 3' end of parent strand. ഞാനിവിടെ ഓൾവേസ് കൊടുക്കുകയാണ്. Primer is always found at a 3' end of parent strand. Parent strandന്റെ 3' എൻഡിലാണ് നമുക്ക് എപ്പോഴും ആരെ കാണാൻ കഴിയുക? പാരന്റ് സ്റ്റാൻഡിൻ്റെ 3' എൻഡിലാണ് നമുക്ക് എപ്പോഴും ആരെ കാണാൻ കഴിയുക? പ്രൈമറിനെ കാണാൻ കഴിയുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, സോ ഞാനിവിടെ പ്രൈമറിന് എടുത്തു. ഇവിടുത്തെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇത് 3' ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 5' ആയിരിക്കും. ഇതെന്തായിരിക്കും? 3' ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ അനീലിംഗ് സ്റ്റേജ് നടക്കുന്നത്. അനീലിംഗ് സ്റ്റേജിൽ എന്താ നടന്നത്? നമ്മൾ പ്രൈമറിനെ ആഡ് ചെയ്തു. ഈ പ്രോസസ് നടക്കുന്നത് 50 to 60 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും എന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എടുക്കാം, അഥവാ എക്സ്റ്റൻഷൻ. മൂന്നാമത്തെ സ്റ്റേജാണ് എക്സ്റ്റൻഷൻ. ഞാൻ ആദ്യം നമ്മുടെ അനീലിംഗ് സ്റ്റേജിൽ കാണിച്ച ആ DNA ഇവിടെ കാണിക്കുകയാണ്. സെപ്പറേറ്റഡ് DNA. ഇവിടെ എന്തുണ്ടാവും? ഒരു പ്രൈമർ ഉണ്ടാവും. രണ്ട് സൈഡിലുമായിട്ട് ഓരോ പ്രൈമർസ് ഉണ്ടാവും. ഇതിൻ്റെ ഇത് 3' to 5' ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? 5' to 3' ആയിരിക്കും. ഇത് 5' to 3' ആയിരിക്കും. സോ ഇത് ഓപ്പോസിറ്റ് എത്രയാണ്? 5' to 3'. ഇതായിരിക്കും നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റൻഷൻ സ്റ്റേജിൽ ആക്ച്വലി നടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, എക്സ്റ്റൻഷൻ സ്റ്റേജിൽ നമ്മുടെ ഒരു DNA അല്ലെങ്കിൽ RNA എടുത്താൽ നമുക്ക് രണ്ട് എൻഡ് ഉണ്ടാവും. 5' ഉണ്ട്, 3' ഉണ്ട്. ഈ 5'ൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓർത്തുവെച്ചോണം, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അതുപോലെ 3' എൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണ് OH ഗ്രൂപ്പ്. ഏതാണ്? OH ഗ്രൂപ്പ്. എപ്പോഴും നമ്മൾ
പുതിയ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുക OH ഗ്രൂപ്പിലോട്ടായിരിക്കും, അല്ലെങ്കിൽ 3' എൻഡിലോട്ടായിരിക്കും. സോ ഞാൻ അടുത്ത പോയിന്റ് പറഞ്ഞു, എക്സ്റ്റൻഷൻ എന്താ നടക്കുന്നത്? അഡീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. അഡീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യുന്നത്? 3' എൻഡിലാണ്. 3' എൻഡിൽ ഏത് ഗ്രൂപ്പ് ഉണ്ട്? OH ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. സോ 3' എൻഡിലോട്ടാണ് ആഡ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഞാൻ ഇവിടെ എടുത്തു. ഇവിടെ നമ്മൾ എങ്ങോട്ടായിരിക്കും ആഡ് ചെയ്യുക? 3'. സോ ഇത് 3' അല്ലേ? ഇവിടെ എന്താണ്? 3' ആണ്. സോ നമ്മൾ ഏത് സ്റ്റാൻഡ് എടുത്താലും എങ്ങോട്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ? 3' എൻഡിലോട്ട് മാത്രമേ നമ്മൾ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യത്തുള്ളൂ. സോ ഞാൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറയണം. അഡീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് 3' എൻഡ് ഓഫ് ഇറ്റ്സ് പ്രൈമർ. ആരുടെ 3' എൻഡാണ്? പ്രൈമറിൻ്റെ. Addition of nucleotides is always towards the 3' end of its primer. പ്രൈമറിൻ്റെ 3' എൻഡിലോട്ടായിരിക്കും നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. മിക്കപ്പോഴും നമ്മൾ തെറ്റിക്കുന്നൊരു പോയിന്റുമാണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതുപോലെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു DNA വെച്ചാണ്, അല്ലെങ്കിൽ 2 സ്റ്റാൻഡിനെ വെച്ചാണ്. ഇപ്പോൾ നമുക്ക് എത്ര സ്റ്റാൻഡ് കിട്ടി? 4 സ്റ്റാൻഡ് കിട്ടി. 1 സ്റ്റാൻഡ്, 2 സ്റ്റാൻഡ്, 3 സ്റ്റാൻഡ്, 4 സ്റ്റാൻഡ്, അതായത് 2 DNA. ഒരു DNA എത്ര DNA ആയി മാറി? 2 DNA. സോ ഒരു DNA 2 DNA ആയി മാറി. അടുത്ത സ്റ്റേജിൽ ഈ 2 DNA എന്തായി മാറും? 4 DNA ആവും. 4 8 ആവും, 8 16 ആവും. സോ അങ്ങനെ നമുക്ക് ബില്യൺസ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് DNA നമുക്ക് ഈ പ്രോസസ്സ് വഴി നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുന്നത്. സോ നമ്മൾ ഒരു DNA നിന്ന് 2 DNA ഉണ്ടാക്കി അടുത്ത സ്റ്റേജിൽ കൂടി വരുന്നതാണ്. നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളിവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ഒന്ന് നമ്മൾ എന്താ നോട്ട് ചെയ്യേണ്ടത്? ഒന്ന് സ്റ്റെപ്പുകളാണ്. PCR വരുന്ന സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ, അനിലിംഗ്, എക്സ്റ്റൻഷൻ. രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? പിന്നെന്ത് പറഞ്ഞു? നമ്മൾ പ്രൈമറിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, പ്രൈമറി ഏത് എൻഡിൽ ആഡ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ അഡീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഏത് എൻഡിലോട്ടാണ് ഉണ്ടാവുക? അതായത് പ്രൈമറിൻ്റെ 3' എൻഡിലോട്ടായിരിക്കും. അതുപോലെ എക്സ്റ്റൻഷനിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്, പലപ്പോഴും നീറ്റ് എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ ഒരു എൻസൈമിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ എൻസൈം വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് നിയർലി 72 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചറിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? എൻസൈം വർക്ക് ചെയ്യുന്നത്. ആ എൻസൈം പറയാൻ വിട്ടുപോയതാണ്. ആ എൻസൈമിൻ്റെ പേരാണ് DNA പോളിമറൈസ് എൻസൈം. DNA പോളിമറൈസ് എൻസൈം. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ടെമ്പറേച്ചർ എത്രയാണ്? 72 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ നമുക്കറിയാം പല ഓർഗാനിസംസും ഇതിനേക്കാളും ഉയർന്ന ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഓർഗാനിസം ഉണ്ട്. ഓക്കെ, സോ അവരിൽ നമുക്ക് നോർമലി DNA പോളിമറൈസ് വിസ്റ്റാൻഡ് ചെയ്യുന്നത് 72 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതിന് മുകളിലോട്ട് പോയാൽ DNA പോളിമറൈസ് ഡീനാച്ചുറേർഡ് ആയി പോകും. എന്നാൽ ഇതിനേക്കാളും മുകളിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു എൻസൈമാണ് ടാക് പോളിമറൈസ് എൻസൈം. ടാക് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ടാക് പോളിമറൈസ് എൻസൈം. ഈ ടാക് പോളിമറൈസ് എൻസൈം നമുക്ക് ബോയിലിംഗ് ടെമ്പറേച്ചറിലടക്കം വർക്ക് ചെയ്യും. കാരണം ഇത് ഐസൊലേറ്റ് ചെയ്യുന്നത് തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. തെർമസ് അക്വാറ്റിക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും വിട്ടുപോകരുത്. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ്. ഈ തെർമസ് അക്വാറ്റിക്കസ് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ആർക്കി ബാക്ടീരിയയാണ്. അതിൻ്റെ യഥാർത്ഥ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ, തെർമോ അസിഡോഫൈൽസ്. ഓക്കെ, തെർമോ അസിഡോഫൈൽസിൽ വരുന്ന ഒരു മെമ്പറാണ് തെർമസ് അക്വാറ്റിക്കസ് ബാക്ടീരിയ. ഇതിൽ നിന്നാണ് നമ്മൾ ഏത് എൻസൈം ഐസൊലേറ്റ് ചെയ്യുന്നത്? ടാക് പോളിമറൈസ് എൻസൈം. ടാക് പോളിമറൈസ് എൻസൈം ഐസൊലേറ്റ് ചെയ്യുന്നത്. ഈ ടാക് പോളിമറൈസ് എൻസൈം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഒരു DNA പോളിമറൈസ് എൻസൈം ആയിട്ട് എക്സ്റ്റൻഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമ്മൾ കോൺസെപ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സപ്പോസ് നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലായെങ്കിൽ നിങ്ങൾ പ്ലീസ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഓക്കെ, നമുക്കത് മനസ്സിലാക്കാൻ വളരെ സഹായകരമാവും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.